ചില ആളുകളുണ്ട് ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിലും ഭഗവാനോടങ്ങ് പ്രാർത്ഥിക്കും. നടക്കാതായി കഴിഞ്ഞാൽ ഭഗവാനില്ലാത്ത കുറ്റങ്ങളില്ല. ഞാൻ ദിവസവും ഭഗവാനെ വെണ്ണ നേദിക്കുന്നുണ്ട്, ദിവസവും ഭഗവാനെ നേദ്യം സമർപ്പിക്കുന്നുണ്ട്, ദിവസവും ഭഗവാനെ മാല ചാർത്തുന്നുണ്ട്, ദിവസവും ഞാൻ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നുണ്ട്, ദിവസവും ഭാഗവതം ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്, ദിവസവും ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല, ഭഗവാൻ എന്നെ കാണുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യം ഭഗവാൻ നടത്തി തന്നില്ല. എന്നാ ഇനി ഞാൻ ഭഗവാനെ വിളിക്കുന്നില്ല, നിർത്തി വിളി. ഇതാണോ ഭക്തി? ഇതാണോ വിശ്വാസം? ഒരിക്കലുമല്ല. ഭഗവാനും ഭക്തനും ചേരുന്ന സമയത്ത് അവിടെ ഒരു കണ്ടീഷൻസ് ഇല്ല എന്നുള്ളതാണ്. ധർമ്മമായ ഭക്തിയിൽ ഒരു കണ്ടീഷൻസും ഇല്ല. ഭഗവാനും ഭക്തനും ഒന്നിക്കുന്ന ആ ഒരു വേളയിൽ ഒരു കണ്ടീഷൻസും ഇല്ല. ഭഗവാന്റെ മുന്നിൽ ഒരു കണ്ടീഷൻസ് ഇല്ലാതെ വേണം ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ എത്രത്തോളം വേദന നമ്മൾ സഹിക്കുന്നുണ്ട്. അതിലുപരിയാണ് നമ്മൾ ഭഗവാനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന്റെ മനസ്സിനേക്കാളും അധികം ഭഗവാന്റെ മനസ്സ് വേദനിക്കുന്ന പറയും. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തി തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭക്തന്റെ മനസ്സിനേക്കാളും കൂടുതലായിട്ട് ഭഗവാന്റെ മനസ്സ് വേദനിക്കും. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് ഭഗവാനെ വേദനിക്കും. നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ഭഗവാനെ മാറ്റി നിർത്തിയാലും ഭഗവാൻ നമ്മളെ വിട്ടിട്ട് പോവില്ല. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഇരു കൈയും നീട്ടി ഭഗവാൻ സ്വീകരിക്കും നമ്മളെ. അത്രയും കാരുണ്യവാനായ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ.